മെമ്പർഷിപ്പ് കാർഡ് ആ കൊട്ടാരത്തിന്റെ. അവരെന്ന് പറഞ്ഞ ആരാ? അതാണ് എനിക്കറിയാം. അത് ശരി. അപ്പൊ ഇതൊന്നും റോസിലി പറഞ്ഞില്ലേ? ഇല്ല. അതായത് ബെക്കിംഗ്ഹാം പാലസ് ആണ് അത് സ്ഥലം. ചാൾസ് രാജകുമാരന്റെ കൊട്ടാരം, രാജാവിന്റെ കൊട്ടാരം. പ്രിൻസ് വില്യം, അതായത് ഹാരി വില്യംസ് ഡയാനയുടെ മക്കള്. ഇപ്പൊ മനസ്സിലായോ? അവരവരുടെ ഫാൻസിന് കൊടുക്കുന്ന കാർഡാണ്. നമസ്കാരം. ഈ വീഡിയോ തമ്പ് കണ്ട് ക്ലിക്ക് ചെയ്ത് വന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ചിരിക്കരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ചിരിക്കരുത്. ഇത് തമാശയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓഡിയോയാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓഡിയോയാണ്. ഒരിക്കലും ചിരിക്കരുത്. ഈ ഓഡിയോ കണ്ടിട്ട് ബാക്കി കാര്യം ഞാൻ അപ്പം പറയാം. ഓക്കെ, അത് നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് കേട്ട് നോക്ക്. ഹലോ ചേച്ചി, ഇത് കാലടിന്നാ വിളിക്കുന്നേ. റോസിലിയുടെ ഫ്രണ്ടാണോ? റോസിലിയുടെ ഫ്രണ്ട് അല്ല, ഫ്രണ്ടിന്റെ മകളാണ്. എനിക്ക് വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇതെന്താ സംഭവം, എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിരുന്നു. ഇതൊരു മെമ്പർഷിപ്പ് കാർഡാണ്. നമ്മൾ അവരുടെ ഫാനാണെന്ന് അവർക്ക് തോന്നണം, അത്ര ഇതിനകത്തുള്ള ഇതുള്ളു. ഈ അവരുടെ ഫാൻസിന് കൊടുക്കുന്ന കാർഡാണ്. അല്ല ചേച്ചി, അപ്പൊ നമ്മള് ഫാൻസ് എന്ന് പറയുമ്പോ പിന്നെ എന്തിനാ നമ്മള് 35,000 രൂപ കൊടുക്കുന്നേ? ഇല്ല മോളെ, അത് അവരുടെ ഈ ലോകം മൊത്തം അവര് കൊടുക്കുന്നുണ്ട്. അവരുടെ മെമ്പർഷിപ്പ് കാർഡിന്റെ അവരിട്ടേക്കുന്ന ഫീസാണ്. പിന്നെ നിങ്ങൾ ജീവിതത്തിലൊന്നും കൊടുക്കണ്ട. മനസ്സിലായോ? കാരണം ഓരോ രാജകൊട്ടാരത്തിനും ഓരോ നിയമം കാണുമല്ലോ. വെറുതെ തരുമ്പോ നമുക്കൊരു വിലയും കാണുകയില്ല. അതിന്റെ ഞങ്ങൾ എല്ലാവരും അടച്ചവരാണ്. അല്ല, ഇത് എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. എനിക്ക് പറഞ്ഞുതരാം. ഈ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ, അത് ഈ മെമ്പർഷിപ്പ് കാർഡ് എന്ന് വെച്ചാൽ എന്താന്ന് ഞാൻ ചോദിക്കണം. അത് വെച്ചൊന്ന് ഞാൻ പറഞ്ഞുതരാം മോളെ. അവരുടെ മെമ്പർഷിപ്പ് കാർഡ് ആ കൊട്ടാരത്തിന്റെ. അവരെന്ന് പറഞ്ഞ ആരാ? അതാണ് എനിക്കറിയാം. അത് ശരി. അപ്പൊ ഇതൊന്നും റോസിലി പറഞ്ഞില്ലേ? അതായത് ബെക്കിംഗ്ഹാം പാലസ് ആണ് അത് സ്ഥലം. ചാൾസ് രാജകുമാരന്റെ കൊട്ടാരം, രാജാവിന്റെ കൊട്ടാരം. പ്രിൻസ് വില്യം, അതായത് ഹാരി വില്യംസ് ഡയാനയുടെ മക്കള്. ഇപ്പൊ മനസ്സിലായോ? അവരവരുടെ ഫാൻസിന് കൊടുക്കുന്ന കാർഡാണ്. മോളിപ്പോ വിളിച്ചത് ഭാഗ്യം. എന്റെ ഈ സേവന മനോഭാവം എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ഞാൻ പണ്ട് ചെറുപ്പം മുതലേ ഇങ്ങനെയാണ്. അത് കാരണം ഇപ്പൊ വിളിച്ചത് ഭാഗ്യം. പിന്നെ ഉച്ചയുടെ കഴിഞ്ഞാൽ വരുവുള്ളു. ഇത് ഇപ്പൊ ഈ കാർഡ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, ആദ്യമേ തന്നെ 15-നും 18 ഇടയ്ക്ക് ലക്ഷം രൂപ നമുക്ക് കിട്ടും. 2 വർഷം 1 മാസം 40,000 രൂപ എടുത്ത് പെൻഷൻ കിട്ടും. പിന്നെ ഓരോ ക്രിസ്മസും ഈസ്റ്റർ ഒക്കെ വരുമ്പോ ഇവര് നിശ്ചയിക്കുമല്ലോ ഇവരുടെ ഫാൻസിന് ഇത്ര കൊടുക്കണമെന്ന്. അതിനൊക്കെ നമ്മൾ അർഹയായിരിക്കും. ഇത് പൈസ മാത്രമല്ല, അതിന്റെ കൂടെ അവരെന്തൊക്കെയോ സാധനങ്ങൾ അയക്കും, എന്തോ കൈച്ചെയിൻ അങ്ങനെയൊക്കെയുള്ള. നമ്മുടെ ഈ പൈസ ഒരിക്കലും പാഴ് വരത്തില്ല. പിന്നെ വേറൊരു കാര്യം, എന്നെ നിങ്ങളെയൊക്കെ നന്നായിട്ട് റോസിലിക്ക് അറിയാം. ഞങ്ങൾ ഒരേ ഗവൺമെന്റ് വളർന്ന ആളുകളാണല്ലോ, എറണാകുളം സെയിന്റ് മേരീസ്. പിന്നെ അത് തന്നെയല്ല മോളെ, 4.5 വർഷമായിട്ട് ഇനിയുണ്ട് 5 കൊന്ത ബാലൻസ്. അഖണ്ഡ ജപമാല ഡെയിലി ചൊല്ലുന്ന ആളാണ് ഞാൻ. ഞാൻ എന്തെങ്കിലും നിങ്ങളെ ഇതാക്കണ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കേണ്ട ആളല്ലേ ഞാൻ. ദൈവം എന്നെ കൂട്ടരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് വരില്ല. കൊണ്ടിരിക്കുവായിരുന്നു. അവരുടെ പ്രൊസീജിയറാണ് മോളെ. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. ലക്ഷങ്ങളൊന്നും ഇല്ല. അവരുടെ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അത് ഇവരുടെ കീഴിൽ മാനേജർമാരുണ്ട്. കാരണം അവരെ കവർ ചെയ്തവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അയച്ചു കൊടുക്കല്ല. എന്നോട് ഇത്രയൊക്കെ സ്നേഹവും ഇതൊക്കെ ആയിട്ട് ഏത് നേരം മാന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്തു. ഒരാള് ബോംബെയിലുണ്ട്, റോസിലിയെ കാണാനായിട്ട് വന്നേക്കുന്നതാണ്. ഞാൻ ഇനിയും കാണും. അത് റോസിലിയുടെ ആക്സിഡന്റിന്റെ അവർക്ക് 10 ലക്ഷം രൂപ മുമ്പ് കൊടുത്തതായിരുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, ഞാൻ ഇപ്പോഴാണ് അപ്ലൈ ചെയ്യണത് മോളെ. ഞാൻ ഇവളുടെ കാര്യമാണ് എപ്പോഴും സംസാരിച്ചോണ്ടിരുന്നത്. എനിക്ക് ആർത്തിയെന്ന് തോന്നരുത്. എനിക്ക് ഒത്തിരി പാക്കേജ് വരുന്നുണ്ട്, കാർ ഉൾപ്പെടെ വരുന്നുണ്ട്. അവരെന്നോടുള്ള സ്നേഹം പ്രത്യേകം കാണിക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ റോസിലി ആശുപത്രി കിടന്ന ഫോട്ടോ എല്ലാം ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ഭയങ്കര ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്. അതാണ് എന്റെ കറക്റ്റ്. ഇപ്പൊ നമ്മള് വിളിച്ചത് ഭാഗ്യം. അതിന് ഒന്നും സംശയിക്കത്തക്കതില്ല മോളെ. ഒരു കാര്യം, ഒരു വാക്ക് പോലും ഇല്ല ഇതിൽ നോണ.
ഇനി ഏതെങ്കിലും പൈസ ഏതെങ്കിലും കാരണവശാലും നമ്മള് 90% നമ്മള് 10% ദൈവത്തിന് സമർപ്പിക്കണമല്ലോ. അങ്ങനെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും. അല്ലാതെ ഈ പൈസ പോകലില്ല. ഓരോരുത്തരും കമ്മലും മോതിരം ഒക്കെ വെച്ച് കഷ്ടപ്പെട്ട് അയക്കണ കാശാണ്. പിന്നെ എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് വരുന്നുണ്ട്. റോസില് പാനുള്ള ഇപ്പൊ ഇമ്പോർട്ടന്റ് പ്രശ്നം. എനിക്കും പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് എനിക്കും പ്രശ്നങ്ങളുണ്ട്. 3-4 മക്കളുടെ വിദ്യാഭ്യാസം, കല്യാണം എല്ലാം എനിക്കും ഉണ്ട് പ്രശ്നങ്ങള്. മോളുടെ പേര്? എന്റെ പേര്. ഓക്കെ. ഇനിയും അത് ഇതിൽ അയക്കേണ്ടത് പിന്നെ വാട്സപ്പിന്റെ അപ്പുറം ഇപ്പുറം അല്ല, വാട്സപ്പിന്റെ എന്നതാണ് പറയണത് പോലെ നമ്മുടെ ആധാർ കാർഡിന്റെ അപ്പുറം ഇപ്പുറം ഫോൺ നമ്പര്, അഡ്രസ്, ഫോട്ടോ. മനസ്സിലായാ? മനസ്സിലായി. ഈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ പറയാം. ഓക്കെ? കുഴപ്പമില്ല ചേച്ചി. അയക്കണമെങ്കിൽ നാളെയെങ്കിലും അയക്കണം കേട്ടാ. ഓക്കെ. ഞാൻ റോസിനോട് പറഞ്ഞു ആരെയും പോസ്റ്റ് ചെയ്യിക്കണ്ട. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ ആൾക്കാരുടെ അടുത്തോട്ട് ഇച്ചിരി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു അവളുടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ചേച്ചി, നമ്മൾക്കിപ്പോ അവര് പൈസ തന്നൂന്ന് പറഞ്ഞല്ലോ. അപ്പൊ എത്ര മാസത്തിനുള്ളിൽ നമ്മൾക്ക് അവര് പൈസ തരാ? കൂടിയ 30 ദിവസത്തിനുള്ളിൽ. 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടുവോ അവര്? നമ്മളെ വിളിച്ച് പറയില്ല ഇത്ര പൈസ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾ ഇന്നോടത്ത് വന്ന് കളക്ട് ചെയ്യുകയെന്ന്. നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ഇടാൻ അവർക്ക് പറ്റത്തില്ല. അത് ഡോളറാണ്, അല്ലെങ്കിൽ പൗണ്ടാണ്. അപ്പൊ ഈ റോസിലി ചേച്ചിയൊക്കെ എങ്ങനെയാണ് പൈസ മേടിച്ചേ? റോസിലിക്കൊക്കെ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ്. റോസിലി അത് ഫോളോ ചെയ്തിട്ടാണ് അവർക്ക് ഇട്ടുകൊടുത്തത്. 10 ലക്ഷം 5 ലക്ഷം ഒന്നും അറിഞ്ഞേ കുഴപ്പമില്ല. നമ്മൾ അതിന് മേലോട്ടുള്ളതാണ് പ്രശ്നം. 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. നമുക്ക് പൈസ കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ വരുന്നത് മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാണ്. അത് കുറെ കാലതാമസം വരും. അപ്പൊ മനുഷ്യന്റെ കാര്യമില്ല, എന്താണ് നാളെ സംഭവിക്കണമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ മക്കളെ? അതൊരു പോക്കുമില്ല നമ്മളെ, അതിന് ഒരു നുണയില്ല. ഇത് നമുക്കെല്ലാം നിയമപരമായിട്ടാണോ കാര്യങ്ങള് ഇതിനകത്ത് എന്തെങ്കിലും? തീർച്ചയായിട്ടും അത് കൊള്ളാം. അല്ല, ഞാൻ എന്റെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നതാ. കുഴപ്പം അല്ലല്ലേ മോളെ? കള്ളക്കടത്താ കൊട്ടാരത്തിന്റെ അല്ലേ മോളെ? ഓക്കെ. ഇത് കള്ളക്കമ്മട്ടം അല്ലേ? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് രേഖാമൂലം അവരെ അറിയിക്കും കേട്ടാ. അയ്യോ അല്ല ഞാൻ ചോദിച്ച സംശയങ്ങൾ ചോദിക്കുന്നതിന്. അല്ല, ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ മൊത്തം ഭരിച്ചിരുന്നവരുടെ കാര്യമാണ് ചേച്ചി സംസാരിക്കുന്നത്. ഡയാനയുടെ മക്കളാണ് ഇവര് രണ്ടും. ഇപ്പൊ മനസ്സിലായോ മോനെ? ബാക്കി നാളെ തിരിച്ച് പറയാട്ടാ. ഓക്കെ ശരി. ഓക്കേടാ. നമ്മുടെ പേരെന്നാ പറഞ്ഞേ? എന്റെ പേര്. ഓക്കേടാ. ഓക്കെ. ശരി. എങ്ങനെ ഇരിക്കണേ? ചിരിക്കാത്തവരായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണൂല. ചിലവര് ചിലപ്പോ പറയാൻ പറ്റത്തില്ല, സീരിയസ് ആയിട്ട് കണ്ടവരുമാണ് കാണും. കാരണം ഇതിനകത്ത് പൈസ അടച്ചവരും കാണും എന്നുള്ളതാണ്. എന്തൊക്കെ പറ്റിപ്പ്! തേക്ക് മാഞ്ചിയ ഈട്ടി എന്ന് പറഞ്ഞ് തുടങ്ങിയ പറ്റിപ്പാണ് ഇപ്പോഴും നിൽക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് എവിടെയെന്ന് അറിയാമോ? ഞാനൊരു കാര്യം, നീ ഇപ്പൊ വിളിച്ചു നന്നായി. എനിക്കൊരു സേവന മനോഭാവം ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല. അത് നീ ഇപ്പൊ വിളിച്ചത് നന്നായെന്ന്. പിന്നെ അടുത്ത ഡയലോഗ് എന്നറിയാമോ? എനിക്ക് ആർത്തിയാണെന്ന് കരുതരുത്, എനിക്ക് ഭയങ്കര ആർത്തിയാണെന്ന് കരുതരുത്, എനിക്ക് കാർ ഉൾപ്പെടെയുള്ള ഓഫറുകൾ വരുന്നുണ്ട്. എന്തൊക്കെ കേൾക്കണം? ഇത്ര ആധികാരികമായിട്ടാണ് അവർ പറയുന്നത്. ഒന്നിൽ ഇവരെന്തോ കൊണ്ട് ആർക്കോ ക്യാഷ് അടച്ചു, 38,000 രൂപ അടച്ചു കഴിയുമ്പോൾ 10 ലക്ഷം കിട്ടും. പിന്നെ മാസം തോറും 40,000. പിന്നീട് വള, മാല, മറ്റത് ക്രിസ്മസ്, വിഷു, അങ്ങനെയുള്ള ദിവസങ്ങളിൽ, ഈസ്റ്റർ, അങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് ഈ ചാൾസ് രാജകുമാർ ഡയാന രാജകുമാരൻ മക്കൾ ഇങ്ങനെ ഇട്ടെടുക്കും ഫാൻസ് കാർഡ്. എന്തൊക്കെ പറ്റിപ്പാണ്! ഒന്ന് ഈ പറഞ്ഞില്ലേ, ഈ പറയുന്ന വിളിച്ച കളവി ഉണ്ടല്ലോ, അല്ലെങ്കിൽ തള്ളയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരെ എന്താന്ന് എനിക്കറിയില്ല. ഒന്നില് ഇവർ കൊണ്ട് ആർക്കോ കൊണ്ട് റോസ്ലിക്ക് എല്ലാം അറിയാം. റോസ്ലിയുടെ ചോദിച്ചേക്കും. റോസ്ലി ആക്സിഡന്റ് ആയി കിടന്നപ്പോൾ ലക്ഷങ്ങളാണ് ചാൾസ് രാജകുമാർ അയച്ചു കൊടുത്തത്, ലക്ഷങ്ങൾ. അവര് കൊണ്ട് 38,000 രൂപ ഇട്ടിട്ടുണ്ടോ? അതിന് പറഞ്ഞു, നീ മറ്റൊരാളെ പിടി, അപ്പോൾ നിനക്ക് ഈ പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് മറ്റൊരാളെയൊക്കെ എന്തായാലും എന്റെ പൈസ പോയില്ലേ, ഇവരെ ആരെങ്കിലും ചാക്കിട്ട് എന്റെ പൈസ തിരിച്ചു വാങ്ങട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് തന്നെ ഈ
എങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിപ്പെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അതിനൊക്കെ ഒരു പരിധിയില്ലേടേ, ഒരു പറ്റിക്കാനൊക്കെ ഒരു പരിധി, അല്ലെങ്കിൽ കഥ മെനയാനൊരു പരിധി ഇല്ലേടേ. സത്യം പറഞ്ഞു, നിങ്ങൾ ചിരിക്കുന്നുണ്ടാകും, ചിരിക്കാതെ കേട്ടവർ ചിലപ്പോ കാണും. നിങ്ങൾ മനസ്സിലാക്കുക, ഇതല്ല ഇതിന്റെ അപ്പുറമുള്ള കഥകൾ പറഞ്ഞ് പൈസ വാങ്ങുന്നവർ, പൈസ കൊടുക്കുന്നവർ ഇപ്പോഴേ ഉണ്ടെന്നേ. ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യമാണെങ്കിലോ എന്ന് കരുതി കേസ് കൊടുക്കുന്നവരുണ്ട്. അത് ഈ കേരളത്തിൽ സുലഭമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.